ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ലെസൺ 17 ആണ് എടുക്കാൻ പോകുന്നത്. മേ എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ചാനലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ബേസിക് ഗ്രാമേഴ്സ് എല്ലാവർക്കും ഇതിൽ പോകുന്നുണ്ടാവുക. അതുപോലെ തന്നെ നിങ്ങൾ ലെസൺ 1, 2, 3 കറക്റ്റ് ഓർഡറിൽ തന്നെ കണ്ടുപോവുക. അവിടെ ഇട്ട് ഇവിടെ ഇട്ട് കാണരുത്. അതുകൊണ്ടാണ് ഞാനിവിടെ കറക്റ്റ് ഓർഡർ 1, 2, 3, 4 എന്ന് പറഞ്ഞിട്ട് ഡിസിപ്ലിനായിട്ട് ഈ ഒരു ക്ലാസ് പോകണത് കേട്ടോ. ആ ഒരു ഡിസിപ്ലിൻ നിങ്ങളുടെ പഠിത്തത്തിലും നിങ്ങൾ കീപ്പ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് മേ എന്താണെന്ന് നോക്കാം. മേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധ്യതകളെ സൂചിപ്പിക്കുന്നതാണ് മേ. ഫോർ എക്സാമ്പിൾ, ഇന്ന് മഴ പെയ്യും എന്ന് എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. പകരം ഞാൻ എന്താ പറയുക, ഇന്ന് മഴ പെയ്യാൻ സാധ്യതയുണ്ട് എന്നാണ് പറയണത്. നാളെ അവൾ വരുമെന്ന് എന്നോട് പറഞ്ഞു. ഓക്കെ, പക്ഷെ ഞാൻ ഉറപ്പിച്ചൊന്നും ഞാൻ പറയില്ല. എനിക്ക് എല്ലാവരും നമ്മൾ ഉറപ്പിച്ചൊരു കാര്യം പറയുകയോ വിശ്വസിക്കുകയോ ഒന്നും നമ്മൾ ചെയ്യില്ലല്ലോ. പകരം നമ്മൾ എന്താ പറയുക, അവൾ വരാൻ സാധ്യതയുണ്ട് എന്നാ പറയുക അല്ലേ. അവൾ വിളിക്കാൻ സാധ്യതയുണ്ട്, അവൾ പോകാൻ സാധ്യതയുണ്ട് എന്നൊക്കെയാണ് നമ്മൾ പറയുക. ഇങ്ങനെ സാധ്യതകളെ സൂചിപ്പിക്കുന്നത്, പോസിബിലിറ്റീസിനെ സൂചിപ്പിക്കുന്നതാണ് എപ്പോഴും എന്ത്, മേ. ഓക്കെ, അപ്പോൾ ഇനി നമ്മുടെ മലയാളം കുറച്ച് വാക്കുകൾ എഴുതിയിടാം. അത് നമുക്ക് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം. ഓക്കെ, പോകാൻ സാധ്യതയുണ്ട്, പോകാൻ സാധ്യതയുണ്ട്, വിളിക്കാൻ സാധ്യതയുണ്ട്, പഠിക്കാൻ സാധ്യതയുണ്ട്, പറയാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഇനി നമുക്കിപ്പോൾ സെന്റൻസ് ആകാലോ. പോകാൻ സാധ്യതയുണ്ട്. അപ്പം മലയാളം പോലെയല്ല ഇംഗ്ലീഷ്. നമ്മളെപ്പോഴും ബാക്കിൽ നിന്ന് ഫ്രണ്ടിലേക്ക് വരിക അല്ലേ. ഏതൊരു പ്രവൃത്തിയുടെ ഫ്രണ്ടിൽ കൊണ്ടുപോയിട്ട് നമുക്ക് ഇവിടെയൊക്കെ ഞാനിവിടെ എന്താ ചെയ്തേക്കണേ, ഈ സാധ്യതയുണ്ട് എന്ന് സെൻറ്റൻസിൻ്റെ അവസാനമാണ് പറഞ്ഞതെങ്കിൽ ഇംഗ്ലീഷിൽ നമ്മൾ ഈ ഇവിടെ കിടക്കുന്നതിന് ഫ്രണ്ടിൽ കൊണ്ടുപോയിട്ടിടണം. എപ്പോഴും നമ്മൾ പറയാറുണ്ടല്ലോ, ഇപ്പോൾ പോകാൻ കഴിയും എന്നാണെങ്കിൽ ഇംഗ്ലീഷിലേക്ക് വന്നു കഴിയുമ്പോൾ കഴിയും പോകാൻ എന്നാക്കും. ഓക്കെ, അതായത് ബാക്കിൽ നിന്ന് ഫ്രണ്ടിലേക്കാണ് വരിക കേട്ടോ. സോ പോകാൻ സാധ്യതയുണ്ട്. പോവുക എന്നതിൻ്റെ ഇംഗ്ലീഷ് ഗോ എന്നാണ് അല്ലേ. ഗോ, അതിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുപോയിട്ട് മേ എന്നിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പോകാൻ സാധ്യതയുണ്ട് കേട്ടോ. വിളിക്കുക എന്നതിൻ്റെ ഇംഗ്ലീഷ് കോൾ എന്നാണ്. അതിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുപോയിട്ട് മേ എന്ന് ആഡ് ചെയ്താൽ വിളിക്കാൻ സാധ്യതയുണ്ട്. പഠിക്കുക എന്നതിൻ്റെ ഇംഗ്ലീഷ് സ്റ്റഡി എന്നാണ്. അതിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുപോയിട്ട് മേ എന്ന് ആഡ് ചെയ്താൽ പഠിക്കാൻ സാധ്യതയുണ്ട്. പറയുക എന്നതിൻ്റെ ഇംഗ്ലീഷ് സേ എന്നാണ്. അതിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുപോയിട്ട് മേ എന്ന് ആഡ് ചെയ്താലോ പറയാൻ സാധ്യതയുണ്ട്. മലയാളം എന്തോ ഒരു വലുത് എഴുതിയേക്കണേന്ന് നോക്കിയേ. ഇംഗ്ലീഷിലേക്ക് ഒന്ന് കഴിയുമ്പോൾ എളുപ്പമാണ്. ചുമ്മാ ഒരു മേ അങ്ങ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇവിടെ നമുക്ക് സബ്ജക്റ്റ് ഇഷ്ടമുള്ള പോലെ എഴുതാം. ഇപ്പം ഞാൻ പറയുകയാണ്, ഞാൻ പോകാൻ സാധ്യതയുണ്ട്, ഐ മേ ഗോ. അവൾ വിളിക്കാൻ സാധ്യതയുണ്ട്, ഷീ മേ കോൾ. അവൻ പഠിക്കാൻ സാധ്യതയുണ്ട്, ഹീ മേ സ്റ്റഡി. അവർ പറയാൻ സാധ്യതയുണ്ട്, ദേ മേ സേ. ഓക്കെ, അങ്ങനെ അയ്യോ, യു, വിയോ, ദിയോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ അവൻ, അവൾ, അവൻ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമുക്ക് സാധ്യതകളെ സൂചിപ്പിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി ഇതെല്ലാം പോസിറ്റീവ് സെൻറ്റൻസ് ആണല്ലേ. സാധ്യതയുണ്ട് എന്നാണ് പറയണേ. ഇനി ഇതിൻ്റെ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, സാധ്യതയില്ല അല്ലേ. പോകാൻ സാധ്യതയുണ്ട് എന്നുള്ളത് ഇല്ല എന്നാക്കാൻ വേണ്ടിയിട്ട് മേയുടെ കൂടെ ഒരു നോട്ട് അങ്ങ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ മെ നോട്ട് എന്നാകും. അത് വീണ്ടും നമുക്ക് ഷോർട്ട് ആക്കിയിട്ട് മേ എന്ന് എഴുതുക, ഒരു എൻ ഇട്ട് കൊടുക്കുക, മുകളിലൊരു അപ്പോസ്ട്രോഫി ഇടുക, ചീടുക, മെൻ നോട്ട് എന്ന് എഴുതി കഴിഞ്ഞാൽ അതിനർത്ഥം സാധ്യതയില്ല എന്നാണ് കേട്ടോ. ഫോർ എക്സാമ്പിൾ, പോകാൻ സാധ്യതയില്ല, ഓക്കെ, വിളിക്കാൻ സാധ്യതയില്ല, ദെൻ പഠിക്കാൻ സാധ്യതയില്ല. എൻ്റെ ഒപ്പം തന്നെ നിങ്ങളും എഴുതിയെടുക്കട്ടോ. ഇതെല്ലാം കട്ട് ചെയ്യാതെ വീഡിയോസ് എടുക്കണം. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കും ഇതുപോലെ എഴുതാൻ സമയം കിട്ടാനാണ്. കാരണം ബേസിക് ലേണേഴ്സ് ആയിരിക്കും കൂടുതൽ നമ്മുടെ വീഡിയോ കാണുന്നുണ്ടാവുക. അതുകൊണ്ടാണ് ഇതൊന്നും കട്ട് ചെയ്യാതെ സ്പീഡിലൊന്നും കാണിക്കാതെ പെട്ടെന്ന് നിങ്ങൾക്ക് എഴുതാനായിട്ടൊരു സമയം തന്നത് കേട്ടോ. ദെൻ പഠിക്കാൻ സാധ്യതയുണ്ട്, പറയാൻ സാധ്യതയുണ്ട്, പഠിക്കാൻ സാധ്യതയില്ല, നെഗറ്റീവ് സെൻറ്റൻസ്. അപ്പോൾ പോവുക എന്നതിൻ്റെ ഇംഗ്ലീഷ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗോ.
സാധ്യതയില്ല എന്ന് പറയാനായിട്ട് may not. സോ may not go, പോകാൻ സാധ്യതയില്ല. വിളിക്കാൻ സാധ്യതയില്ല, വിളിക്കുക എന്നതിൻ്റെ ഇംഗ്ലീഷ് കോൾ എന്നാണ്. may not എന്ന് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വിളിക്കാൻ സാധ്യതയില്ല. പഠിക്കുക എന്നതിൻ്റെ ഇംഗ്ലീഷ് സ്റ്റഡി എന്നാണ്. അതിൻ്റെ ഫ്രണ്ടിലായിട്ട് കൊണ്ടുപോയിട്ട് may not എന്ന് ആഡ് ചെയ്താൽ പഠിക്കാൻ സാധ്യതയില്ല, പറയാൻ സാധ്യതയില്ല. അത് ഞാൻ പറയുന്നില്ല കേട്ടോ, നിങ്ങൾ താഴെ ഒന്ന് കോമൻറ്റ് ചെയ്തേ, നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് അറിയാലോ. ഓക്കെ, അപ്പോൾ ഇതാണ് സാധ്യതകളെ സൂചിപ്പിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഓക്സിലറി. നമ്മൾ സാധ്യതയുണ്ട്, സാധ്യതയില്ല എന്ന് പറയാനായിട്ട്, സാധ്യതയുണ്ട് എന്നാണെങ്കിൽ മേയും, സാധ്യതയില്ല എന്നാണെങ്കിൽ മെന്നോട്ടും. ഏതൊരു പ്രവൃത്തിയുടെ ഫ്രണ്ടിൽ കൊണ്ടുപോയിട്ട് ഇത് ആഡ് ചെയ്താലും ഇല്ല, സാധ്യതയുണ്ട്, ഇല്ല എന്ന് അർത്ഥം വരും. ഫോർ എക്സാമ്പിൾ, may not go, പോകാൻ സാധ്യതയില്ല. may not do, ചെയ്യാൻ സാധ്യതയില്ല. may not come, വരാൻ സാധ്യതയില്ല. may not sleep, ഉറങ്ങാൻ സാധ്യതയില്ല. may not study, പഠിക്കാൻ സാധ്യതയില്ല. may not see, കാണാൻ സാധ്യതയില്ല. എല്ലാം നമുക്ക് ഇതുപോലെ പറയാവുന്നതാണ്. ക്ലിയർ ആണല്ലോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക, നമ്മൾ അതിൻ്റെ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സായിട്ട് കാണാം.